ഹേഗാസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കുന്നത്. അതിൽ നമുക്ക് ഫ്രീ മോഡ് കളിച്ച് നോക്കാം. പക്ഷേ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാത്താണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം നമുക്ക് ബസ് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കാണിക്കും റിപ്പയറിന്. ഇപ്പം കുഴപ്പമില്ല, എന്നാലും കണ്ടീഷൻ 92 ഗുഡ്. നമുക്ക് ഫ്രീ മോഡ് നോക്കാം. ഓട്ടാ പോകേണ്ടത് സുലാവിശി പോകണോ മാൻസനിലോണോ? സുലാവിശിയിൽ പോവാം, നല്ല ദൂരമുണ്ട്. ദൂരത്തോട്ട് തന്നെ പോവാം നമുക്ക്. ഡെപ്ചർ സിറ്റിയാ പാലു. ഓക്കെ, ഡൗൺലോഡ്. ട്രബിളാ നെറ്റ് ഓൺ ചെയ്യണോ അവിടെ? എന്നാലേ പറ്റുള്ളൂ. പാലു വരെ പോവാം. ഓക്കെ ഗൈസ്, ഇത് ഫ്രീ മോഡാണ്. ഫ്രീ മോഡെന്ന് വെച്ചാൽ ഈ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഫ്രീ മോഡ് ഞാൻ നോർമൽ ഫ്രീ എന്ന് വെച്ചാൽ ഇപ്പം നോർമലായി പോകാനുള്ള മോഡാണ് നോക്കുന്നത്. ഫ്രീ മോഡാണെന്നാണ് തോന്നുന്നത്. ആ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഏതായാലും മതി. ഞാൻ ആഗ്രഹിക്കുന്ന മറ്റേ മോഡെന്ന് വെച്ചാൽ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാതെ നോർമലായിട്ട് നമ്മളെ ചുമ്മാ ബസ്സിൽ റൈഡൊക്കെ ചെയ്യുന്നത്. സോറി, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4 ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്, സൂപ്പർ ഫാസ്റ്റ്. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി ഗൈസ്. ഓക്കെ, choose destination city. Palu to Sumatra. Okay, choose destination city. ഇത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട ബുക്കിട്ടിങ്കി അതെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പോകുമെന്നറിയത്തില്ല. ഓക്കെ, ഡൗൺലോഡ്. ഓക്കെ, ബുക്കിട്ടിങ്കി ഞാൻ. ഓക്കെ, ഇത് ഡൗൺലോഡ് ആവാത്തത് ആവുന്നുണ്ടല്ലോ. ഒരു ഫയലേ ഉള്ളൂ. നമുക്ക് ഡെസ്റ്റിനേഷന് ഇതെങ്ങനെയാണ് സംഭവം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു മുന്നേ, പക്ഷെ അതിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്നു. ഇത് ഞാൻ നോക്കുന്ന ഫ്രീ മോഡ് തന്നെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ചുമ്മാ കറങ്ങാൻ പോവാ. ബാക്കി ആരെയും വെച്ചാൽ പാസഞ്ചേഴ്സിനെ എടുക്കണം. നമ്മൾ ചുമ്മാ ഒന്ന്